പ്രശാന്ത് ശിവൻ താങ്കൾ ഈ ലാത്തിചാർജിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. താങ്കൾ ഇവിടെ പരിക്കേറ്റ IPS-കാരുടെ കണക്ക് പറഞ്ഞു, പരിക്കേറ്റ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക് പറഞ്ഞു, പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ കണക്കിനെ കുറിച്ച് എന്താണ് ശ്രീ പ്രശാന്ത് ശിവൻ മൗനം? RML ആശുപത്രിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവനോട് മല്ലിടുകയാണ്. ഈ തരത്തിലാണോ ഈ യുവാക്കളുടെ ശബ്ദം കേൾക്കുന്ന, യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പോലീസ് പെരുമാറേണ്ടത്? അത് ഉത്തരം പറ. ഇത്തരത്തിലുള്ള പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയത്ത്, ഇത്തരത്തിലൊരു ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത് തരത്തിലുള്ള മുൻകൂർ അനുമതിയും ചൂടാണ്ട് AC ഒന്നും ഇല്ല. അവിടെ അതിനകത്ത് പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടാവുന്നു, വാഹനങ്ങൾ തല്ലി പൊളിക്കുന്നു, എന്താ പറയാ, മറിച്ചിടാനായിട്ട് ശ്രമിക്കുന്നു. എന്തിനേറെ പറയുന്നു, വനിതാ മാധ്യമ പ്രവർത്തകയെ പോലും തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ ഒരു ബലപ്രയോഗത്തിലേക്ക്, ശാരീരികമായി ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് മാറുന്നു. എന്നിട്ട് അപ്പൊ ഇത്തരത്തിൽ വരുന്ന സമയത്ത് പോലീസ് അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ഏത് തരത്തിലുള്ള അക്രമങ്ങളും നടക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭയങ്കരം തന്നെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ ടെലികാസ്റ്റ് ചെയ്ത ഒരു ദൃശ്യമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ചെകിട്ടത്തടിക്കുന്ന പോലീസുകാരൻ, നെയിം പ്ലേറ്റുകൾ ഇല്ലാതെ ഈ സമരക്കാരെ കൈകാര്യം ചെയ്യാനിറങ്ങുന്ന പോലീസുകാർ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ ഈ സമരത്തിന്റെ പല ഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്ത ആളാണ്. മാധ്യമ പ്രവർത്തകരോടക്കം നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത ആളുകൾ വന്നിട്ട് ഗുണ്ടായിസം കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ശ്രീ പ്രശാന്ത് ശിവൻ? ഈ കാക്കിയിട്ടവർക്ക് ഏറ്റ പരിക്കിനെ കുറിച്ച് മാത്രം സഹതപിച്ചാൽ മതി. ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും അവരെ ആക്രമിക്കാൻ പാടില്ല, പോലീസിനെ ആക്രമിക്കാൻ പാടില്ല. 100% ഞാൻ താങ്കളോട് യോജിക്കുന്നു. പക്ഷേ കുട്ടികളെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? നിഷ, ഈ ചിത്രം കാണുന്നുണ്ടോ? ഏത് കുട്ടിയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്? ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായ ഞാൻ ചോദിച്ചത് പെൺകുട്ടിയുടെ ചെകിട്ട തടിക്കുന്ന പോലീസുകാരുടെ ദൃശ്യം താങ്കൾ കണ്ടിരുന്നോ? അല്ല, നിഷയ്ക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് ഒരു തരത്തിലും ഞാൻ പിന്തുണയ്ക്കുന്നില്ല സാർ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും അവർക്ക് നേരെ കല്ലെറിയുന്നതും പോലീസുകാരെ കല്ലെറിയുന്നതും ശരിയല്ല. അത് സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആവശ്യം മാത്രം കണ്ടാൽ മതിയോ? മറുവശം കാണണ്ടേ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. നേരെ ഒരു സമരം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ അക്രമങ്ങൾ തുടങ്ങുകയും ഇത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വരെ തോൽ കൈകൊണ്ട്, ഞാൻ ഈ ചിത്രം കാണിക്കുന്നുണ്ട്, ഈ ചിത്രം കാണുന്നുണ്ട്, ഇതിന്റെ വീഡിയോ ഉൾപ്പെടെയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആക്രമണകാരികളായ ആളുകൾ ഒരു സമരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ചെകിട്ടത്തടിക്കുന്ന പോലീസുകാരൻ അരാജകത്വമാണോ സൃഷ്ടിക്കുന്നത്? ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒന്നല്ല, എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പ്രശാന്ത് ശിവൻ, എന്റെ ചോദ്യം, യൂണിഫോം ഇട്ടുകൊണ്ട് പെൺകുട്ടിയുടെ ചെകിട്ടത്തടിക്കുന്ന പോലീസുകാരൻ നിയമവാഴ്ച ഉറപ്പാക്കാൻ പോകുന്നതാണോ അതോ അരാജകത്വമാണോ അദ്ദേഹം സൃഷ്ടിക്കുന്നത്? ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കൂടി സർക്കാർ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അക്രമകാരികളെ കൈകാര്യം ചെയ്യണം, അതിലൊരു സംശയവുമില്ല, തർക്കവുമില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? ഇതിനകത്ത് നിന്ന് ഈ പെൺകുട്ടികളുടെ ചെകിടത്തടിക്കുന്നതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു സമാധാനപരമായി കൊണ്ടുപോവേണ്ട സമരത്തെ ആക്രമണങ്ങളിലേക്ക് അഴിച്ചുവിടുകയും, ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അവിടെ ഇത്തരത്തിലുള്ള വലിയ കലാപത്തിലേക്ക് നയിക്കുവാൻ ഒരു കൂട്ടം ആക്രമണകാരികൾ തയ്യാറെടുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ശാരീരികമായി പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. അവിടെ ആ സമയത്ത് ഒരു വലിയ സമരത്തിൽ നിന്ന് ഇവിടെ ഞാൻ ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ചെറുതായി കാണിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി പറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഒരു സമരത്തിനകത്ത് നിന്ന് ഭരിക്കുന്നവർക്ക് മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയെ കുറിച്ചൊക്കെയുള്ള ആശങ്കയെ ഞാൻ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം, കൊച്ചു കുട്ടികളുടെ 19-20 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കുട്ടികളുടെ ചെകിട്ടത്തടിക്കുന്ന പോലീസുകാരനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇവിടെ ഒരു സമരമുണ്ടായി, അത് അക്രമാസക്തമായി. പോലീസ് വണ്ടികൾക്ക് കല്ലെറിഞ്ഞ് തകർക്കുന്നു, തീ വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ വലിയ രീതിയിൽ ആക്രമണ പരമ്പരകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടതായിട്ട് അവിടെ നിൽക്കുന്ന ഉത്തരവാദിത്വമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതായിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ നടത്തേണ്ടതായിട്ട് വരില്ലേ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അപ്പൊ അതിനു മുന്നേ ഇവിടെ ഈ ആക്രമണം നടത്തിയ ആളുകളാണ്, അവർക്കെതിരെയാണ് പറയുന്നത്. ന്യായമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ന്യായമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളല്ല, ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ആക്രമണകാരികൾക്കെതിരെ പോലീസിന് നടപടിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ കുട്ടികളുടെ ചെകിട്ടത്തടിക്കാൻ ഒരു പുരുഷ പോലീസിന് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രപ്രവർത്തകരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്താ പറയുക, അപമാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്? അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? പോലീസ് വണ്ടിക്ക് തീയിടാൻ മറ്റേ തകർക്കുവാനായിട്ട് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്? പോലീസ് വണ്ടിക്ക് കല്ലെറിയാനായിട്ട് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്? പോലീസുകാർക്ക് നേരെ കല്ലെറിയാനായിട്ട് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള കലാപത്തിനെ കോപ്പുകൂട്ടിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്ന സമയത്ത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് ആരുടെയും ചെകിട്ടത്തടിക്കാനും ആരെയും ആരെയും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള തരത്തിൽ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് യുക്തിയുള്ളത്? അതോർത്താൽ മതി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ കുറിച്ചും മാധ്യമ പ്രവർത്തകരെ കുറിച്ചും ആശങ്കപ്പെടുമ്പോൾ ഇവനെന്ത് വിവരക്കാരാ ചോദിക്കുന്നത്? റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ അപമാനിക്കാനുള്ള അനുവാദമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത്. താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് അതാണെങ്കിൽ ഞാനത് മാനിക്കുന്നു. താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും ആ നിലപാടെടുക്കാനുള്ള അവകാശവും ജനാധിപത്യ രാജ്യത്തുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ആളുകളെ ഈ ഒരു സമരത്തിനിടയിൽ കയറി ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.